കോഴ്സ് പഠിച്ചു തുടങ്ങിയ സമയത്ത് ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്തായിരുന്നു? യെസ്. എവരിബഡി, ഇന്ന് നമ്മുടെ കൊല്ലം താടിയിലെ ഏറ്റവും സന്തോഷമുള്ള ഒരു ദിവസമാണ്. നമ്മുടെ ഇവിടെ പഠിച്ചിരുന്ന ഗായത്രി എന്ന് പറയുന്ന സ്റ്റുഡന്റിന് 2 കമ്പനീസിൽ ഒരുമിച്ച് ഓഫർ ലെറ്റർ കിട്ടിയ സന്തോഷം ഷെയർ ചെയ്യാനായിട്ടാണ് ഇന്ന് ഈ വീഡിയോ ഞങ്ങൾ എടുക്കുന്നത്. ഗായത്രി, ഹായ്. എന്തായിരുന്നു ഗായത്രിയുടെ മെഡിക്കൽ കോഡിംഗ് ചൂസ് ചെയ്യാനുണ്ടായിരുന്ന ഒരു ഇൻട്രസ്റ്റ്? മെഡിക്കൽ കോഡിംഗ് കോഴ്സിലേക്ക് ഞാൻ എത്തിയത് യൂട്യൂബ് വീഡിയോസ് കണ്ടാണ്. അപ്പം അതിനകത്ത് ഹൈ നിൽക്കുന്നത് കാർഡിയാക് ഹെൽത്ത് കെയർ സൊല്യൂഷൻ ആണ്. പ്ലേസ്മെന്റ് ഒക്കെ നല്ലത്, വീഡിയോസ് ഒക്കെ നല്ല. അപ്പം അവരെ കോണ്ടാക്ട് ചെയ്തു. അപ്പം കൊല്ലം ബ്രാഞ്ചിലേക്ക് തന്നെ കണക്ട് ചെയ്തു. പിന്നെ മാമുമായിട്ട് ബന്ധപ്പെട്ട് ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു. അങ്ങനെയാണ് ഈ കോഴ്സിലേക്ക് എത്തിയത്. കോഴ്സ് പഠിച്ചു തുടങ്ങിയ സമയത്ത് ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്തായിരുന്നു? യെസ്, ഉറപ്പായിട്ടുണ്ട്. കാരണം ഞാൻ സയൻസ് ബാക്ക്ഗ്രൗണ്ട് അല്ലായിരുന്നു. അതുകൊണ്ട് അതിനൊരു ടഫ് എനിക്ക് നല്ലോണം ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നെ അതിലെ മാമിന്റെ ഒക്കെ സപ്പോർട്ട് എന്നെ വളരെ ഹെൽപ്പ് ചെയ്തു. അതുകൊണ്ട് CPC പ്രിപ്പറേഷൻ എങ്ങനെയുണ്ടായിരുന്നു? CPC പ്രിപ്പറേഷൻ നല്ലോണം ഞാൻ പ്രാക്ടീസ് ചെയ്തു. ആദ്യം നല്ല സ്കോറിലേക്ക് എത്താൻ പറ്റിയില്ല. പക്ഷെ എനിക്ക് ജോലി വേണം, എക്സാം ജയിക്കണം ഒരു മൈൻഡ് സെറ്റോടെ തന്നെ ഞാൻ എക്സാം നല്ലോണം പ്രാക്ടീസ് ചെയ്തു. മോക്കൊക്കെ നല്ല രീതിയിൽ ചെയ്തു. അങ്ങനെ CPC എക്സാമിൽ പാസ്സായി. അതിന് കാര്യോട് ഒരുപാട് നന്ദിയുണ്ട്. അവരുടെ സപ്പോർട്ട് കൊണ്ടാണ് എനിക്ക് ഒരുപാട് ഹാപ്പിയാണ്. S2Mന്റെയും എപ്പിസോഡ്സിന്റെയും സെലക്ഷൻ പ്രോസസ് എങ്ങനെയായിരുന്നു പറയുമോ? എപ്പിസോഡ്സ് 4 റൗണ്ടായിട്ടായിരുന്നു നടത്തിയത്. ഫസ്റ്റ് റൗണ്ട് രജിസ്ട്രേഷൻ, സെക്കൻഡ് റൗണ്ടായിരുന്നു അസസ്മെന്റ് നടത്തിയത്. ക്വസ്റ്റ്യൻസ് ഒക്കെ ടെസ്റ്റ് മോഡലായിരുന്നു. ഇച്ചിരി ടഫായിരുന്നു. പിന്നെ ടെക്നിക്കൽ റൗണ്ട് എക്സാമിനായിരുന്നു. പക്ഷേ എസ്റ്റിയുടെ അനാറ്റമി ടെർമിനോളജി നമുക്ക് നല്ല രീതിയിൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന നല്ല ഈസി ആയിരുന്നു. എക്സാമിനേഷൻ കഴിഞ്ഞ എത്ര സമയത്തുള്ളിൽ തന്നെ ഇന്റർവ്യൂ കിട്ടിയായിരുന്നു? എക്സാം കഴിഞ്ഞു. ഞാൻ ജൂൺ 12 എക്സാം എഴുതി. 13 റിസൾട്ട് വന്നു. ആ ദിവസം തൊട്ട് തന്നെ ഞാൻ എനിക്ക് ഇന്റർവ്യൂവിന് ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്ത് തുടങ്ങി. ഉടനെ തന്നെ എപ്പിസോഡ്സ് പുതിയ കമ്പനിയിലേക്ക് അപ്ലൈ ചെയ്തു. പക്ഷെ അവിടെ ചെന്ന് റിജക്റ്റ് ആയി. പക്ഷെ അവിടുത്തെ ക്വസ്റ്റ്യൻ പാറ്റേൺ 4 റൗണ്ടായിട്ടായിരുന്നു. നല്ല ഹാർഡായിരുന്നു. ആദ്യമേ റിജക്ഷൻ കിട്ടിയ സമയത്ത് ഒരുപാട് വിഷമം തോന്നി. പിന്നീട് ഇനി ട്രൈ ചെയ്യാതിരിക്കാനുള്ള ഒരു മാനസികാവസ്ഥയാണ് എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ലായിരുന്നു. നമ്മള് തോൽക്കുമ്പോഴാണല്ലോ പിന്നെ ജയത്തിലെത്തുന്നൊരിതുണ്ട്. വളരെ പോസിറ്റീവ് ആയിട്ട് തന്നെ അത് എടുത്തു. എടുത്തു. പിന്നെ താമസിക്കാനാണ് അടുത്ത ചെന്നൈയുടെ ഇന്റർവ്യൂ വന്നു. അറ്റൻഡ് ചെയ്തു, പ്ലേസ്ഡ് ആയി. പിന്നെ പാരീസ് അതിലൂടെ വന്ന ഓൺലൈൻ ഇന്റർവ്യൂ ആയിട്ടാണ് വന്നത്. അതിലും പ്ലേസ്ഡ് ആയിട്ടുണ്ട്. ഞാനെല്ലാം എസ്റ്റിമിന് ആയിട്ടാണ് സെലക്ട് ചെയ്തേക്കുന്നത്. ഇപ്പോൾ പറഞ്ഞിട്ടാണ് ജോയിൻ ചെയ്യാനായിട്ടാണ് ഫില്ലിംഗ് ആയിരിക്കുന്നത് അല്ലേ? കൺഗ്രാജുലേഷൻസ്. ഡിഗ്രി കഴിഞ്ഞ് മെഡിക്കൽ കോഡിംഗ് താല്പര്യമുള്ള ഏതൊരാൾക്കും ചൂസ് ചെയ്യാൻ പറ്റുന്ന ഇൻസ്റ്റിറ്റ്യൂഷനാണ് കാർഡിയാക് ഹെൽത്ത് കെയർ സൊല്യൂഷൻ. താങ്ക് യു കാർഡിയ. നല്ലൊരു കരിയർ ചൂസ് ചെയ്യാൻ എന്നെ സപ്പോർട്ട് ചെയ്ത കാർഡിയോട് വളരെയധികം നന്ദിയുണ്ട്.